ഹായ് കൂട്ടുകാരി, ഇന്ന് പുതിന ചട്നിയും ദോശയുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് പുതിന കുറച്ച് ഫ്രഷാക്കി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊരു പിടി, കുറച്ച് തേങ്ങ, ഉടച്ച കടലപ്പരിപ്പ്, കടലപ്പൊരി എന്ന് പറയും നമ്മുടെ നാട്ടിൽ, ഉള്ളി, ഒരു ശകലം പിഴുപുളി, ഇത്രയും സാധനമാണ് ഞാൻ ചട്നിക്കായിട്ട് അരയ്ക്കാൻ പോകുന്നത്. പച്ചമുളകാണ് അരയ്ക്കുന്നത്. അതായത് ചുമല കളറിരിക്കുന്ന ചട്നി മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നു. ഇങ്ങനെ അടിക്കുന്ന ചട്നി സൂപ്പർ, നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുവിട്ടു, വറ്റൽമുളക്, ഉള്ളി, കറിവേപ്പില, ഇത്രയും ഐറ്റംസ് ഇട്ട് നമ്മൾ നല്ലതായിട്ട് കടുവ് താളിച്ച് ഒഴിച്ച് ചൂടാക്കി എടുക്കുകയാണല്ലോ ചട്നി ചെയ്യാൻ സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ പുതിന ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇഞ്ചിയും കൂടാണ്, ഇഞ്ചി ഒരു നല്ലൊരു ഇഞ്ചി കഷ്ണം ഇഞ്ചിയാണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. കടുക് വറുത്ത് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ചട്നി എടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കി ലാസ്റ്റിലിടുന്നതാണ് നല്ലത്. ഇനി ഒരു ശകലവും കൂടെ ഗ്രേവിക്കായിട്ട് നമ്മൾ ചേർത്ത് നമുക്ക് ചട്നി വാങ്ങാവുന്നതാണ്. ഇനി നമുക്ക് ദോശ റെഡിയാക്കണം. ഉടച്ച കടലപ്പരിപ്പ് ചേർക്കുമ്പോൾ നമുക്ക് നല്ല തിക്നെസ് കിട്ടും ചട്നിയൊക്കെ. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറാകുമ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കണം. ദോശയും ചട്നിയും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതല്ലേ, കാരണം മാവൊക്കെ ഉള്ളത്. ഇനി നമ്മുടെ മാവ് കുറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് കുറച്ച്. അപ്പോൾ നമ്മുടെ ദോശ ചുടാൻ പോവുകയാണ്. വലിയ ദോശയാണ് കുട്ടികൾക്കൊക്കെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് നല്ല ഷേപ്പിൽ വലിയ പാനിൽ നല്ലതായിട്ട് പരത്തി ഉണ്ടാക്കാം. ശകല എണ്ണയും കൂടെ കുടഞ്ഞ് എടുക്കും. വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, ഇതാ നോക്കും, നമ്മുടെ പുതിന ചട്നിയും കൂട്ടി സുദർശന കഴിക്കുകയാണ്. വീഡിയോ സൂപ്പറാണ്. താങ്ക് യു ഫ്രണ്ട്സ്.